നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ചാനൽ അഥവാ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്തെങ്കിലും ഒരു പേജ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു പേജിൽ അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മൾ ഇപ്പം തന്നെ നിർത്തിക്കോളാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമൊന്നുമില്ല എന്തായാലും. അഥവാ ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം ചാനൽ അഥവാ നല്ലോണം റീച്ചുള്ള ഒരു വെബ്സൈറ്റ് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോണത്. ഇപ്പോൾ വെബ്സൈറ്റ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും വേറെ ഈ ലിങ്ക് നിങ്ങൾ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി, അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ മെത്തേഡിലേക്ക് പോകാം. മെത്തേഡ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടൻ ചെയ്യലാണ്. നമ്മുടെ URL ഷോർട്ടൻ ചെയ്യലാണ് നമ്മുടെ പരിപാടി. shorte.st എന്ന് പറഞ്ഞുള്ള ഒരു സൈറ്റാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു shorte.st എന്ന് പറഞ്ഞൊരു മെത്തേഡിനകത്ത് ആദ്യം തന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ആൻഡ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ജോയിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ഐറ്റംസ് ഒക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ലോഗിൻ കൊടുക്കാം. ലോഗിൻ കൊടുത്തിട്ട് സെയിം സാധനം തന്നെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ തന്നെ കൊടുക്കാം. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തിട്ട് എൻ്റെ ഒരു അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഡാഷ്ബോർഡ് അഥവാ ലോബിയിലേക്ക് വന്നിട്ടുണ്ട്. ലോബിയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും $1.6589 നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു $1.6589 കയറിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ ആപ്പ് ഇത് ചെയ്യുമ്പോഴും ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ ഒരു ഷോർട്ടനർ വെച്ചിട്ട് ഷോർട്ടൻ ചെയ്തിട്ടാണ് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത്. ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഓരോ ആൾക്കാർ ക്ലിക്ക് ചെയ്യുമ്പോഴും എനിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. 0.0 സംതിങ് ഡോളേഴ്സ് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. വളരെ ചെറിയ എമൗണ്ട്സ് ആണ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഇതിനകത്ത് എത്ര വ്യൂ കയറിയിട്ടുണ്ട്, എത്ര ആൾക്കാർ ആഡ് വഴി എൻ്റെ ഇതിനകത്ത് വ്യൂ കയറിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് 734 ആൾക്കാർ എൻ്റെ ഈ ഒരു ആഡ് കണ്ട് ഈ ഒരു ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കണ്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ എനിക്കൊരു ഇൻകം കിട്ടിയിരിക്കുന്നത് $0.2 ആണ്. ഇതിനകത്ത് 1.6 കാണിക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു ബഗ് ഉണ്ട് താഴത്തെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ. നിങ്ങൾ മേളിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മതി. ഒരു ദിവസം 2 ദിവസം കൂടുമ്പോൾ അത് വീണ്ടും റീഫ്രഷ് ആയി വരുന്നതാണ്. ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെ ഷോർട്ടൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലൈവ് ഡെമോ കാണിച്ചു തരാം. ഞാനിപ്പോൾ എപ്പിക് ഗെയിംസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്ക് പോയതിന് ശേഷം ഞാൻ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തു. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു സൈറ്റ് ക്ലോസ് ചെയ്തു. തിരിച്ച് നമ്മുടെ ആ ഒരു ഷോർട്ടനറിലേക്ക് വന്നു. കോപ്പി ചെയ്ത ആ ഒരു URL നമ്മൾ ഇതിനകത്ത് പേസ്റ്റ് ചെയ്തു. ഷോർട്ടൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. ഓൺ ദി സ്പോട്ട് അത്രയും വലിയൊരു ലിങ്ക്, ചെറിയൊരു ലിങ്കായിട്ട് അവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഈ ലിങ്ക് കോപ്പി ചെയ്തു. ഈ ഒരു ലിങ്ക് ഷോർട്ടനറും കൊണ്ട് വേറൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് കണ്ട ഒരു മെനു ഇല്ലാണ്ട് കിടക്കുന്ന ലിങ്കുകളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് കാണാൻ നല്ല ഭംഗിക്ക് ഇരിക്കാൻ കഴിയുന്നതാണ്. അങ്ങനത്തെ ഒരു ഉപകാരം കൂടെ ഉണ്ട്. ഒപ്പം നമുക്ക് അവരെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ക്ലിക്കിനും ക്യാഷ് വെച്ച് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോ ഓപ്ഷനിൽ കാണാൻ കഴിയും. വിഡ്രോ ഓപ്ഷനിൽ കാണാൻ കഴിയും. ബിക്കോസ് ഓഫ് പേപ്പർ ആൻഡ് പേയ്മെന്റ് കേസിൽ ഇവൻ മോർ ഡിലേഡ് കറണ്ട് എസ്റ്റിമേറ്റഡ് പേ ഔട്ട് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്തുള്ള മെസ്സേജസ് കുറച്ച് ഡിലേറ്റഡ് ഐറ്റംസ് ആണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ അതിനകത്ത് അവൈലബിൾ മണി $1.6589 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വിഡ്രോ ആക്കാനായിട്ടുള്ളത്. അതിനകത്ത് $5 ഏൺ ചെയ്യണം. $5 ഏൺ ചെയ്താലാണ് നമുക്ക് പേപാൽ അല്ലെങ്കിൽ വെബ് മണി വഴി വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. പേയ്മെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th day of every month. എല്ലാ മാസത്തിലും 10th തീയതി നമ്മുടെ ഇതിനകത്തുള്ളതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലുള്ളതുപോലെ തന്നെ എല്ലാ മാസവും 10th തീയതി നമുക്ക് ഇതിനകത്ത് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവരെ വിഡ്രോ ആക്കുന്നതാണ്. Earnings will be automatically paid on 10th of each month, but only if your earnings have reached a total of $5 or more for the previous months എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കുറച്ച് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തേക്ക് $5 നമ്മൾ ഏൺ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇതിനകത്തേക്ക് വിഡ്രോ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് ടോട്ടൽ $5 ആവണം. നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏതെങ്കിലും ഒരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കുറേ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ചെയ്യൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഷോർട്ടൺ ചെയ്ത ആ ഒരു URL ഞാനിപ്പോൾ ഇതിനകത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഒരു URL ഞാനൊന്ന് വിസിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു URL നമ്മൾ ന്യൂ ടാബിലേക്ക് പോയി കഴിയുമ്പോൾ വിസിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ആ ഒരു ലിങ്കിലേക്ക് പോയി. ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ 2-3 ആഡ്സ് വരും. ആഡുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക, ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് അടിക്കുക. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്, ആ ഒരു വെയിറ്റ് ചെയ്യുക. അവരുടെ സ്കിപ്പ് ദിസ് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പാം സൈറ്റിലേക്ക് പോകും. സ്പാം സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളിത് ക്യാൻസൽ കൊടുക്കാം. ഈ ഒരു വേറൊരു വെബ്സൈറ്റാണ്, ആ ഒരു ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു അക്കൗണ്ട്, നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു അക്കൗണ്ട് അഥവാ നമ്മുടെ ആ ഒരു സൈറ്റ്, ഞാൻ ഏത് സൈറ്റാണോ ഷോർട്ടൺ ചെയ്ത് ആ സൈറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് നമ്മുടെ ഷോർട്ടനർ വർക്ക് ആവുന്നത്. ഞാൻ ഈ ഒരു ഷോർട്ടനറാണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ടനറാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഷോർട്ടനേഴ്സും ഉണ്ട്, നിങ്ങൾക്ക് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. വേറെ ഷോർട്ടനേഴ്സിൻ്റെയും ആഡ് ഫ്ലൈ പോലെയുള്ള വേറെ ഷോർട്ടനേഴ്സും ഉണ്ട്. ആഡ് ഫ്ലൈയുടെ ഷോർട്ടനറാണ് ഈ ഒരു കാണുന്നത്. ഈ ഒരു ഷോർട്ടനറും ഉണ്ട്. ഈ ഒരു ഷോർട്ടനറിൽ നിന്ന് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ ടോട്ടൽ ഏർണിങ്സും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ടോട്ടൽ ഏർണിങ്സ് $0.31 ആണ് എനിക്ക് ഈ ആഡ് ഫ്ലൈന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പല ഷോർട്ടനേഴ്സ് ഉണ്ട്. നല്ല ഷോർട്ടനേഴ്സിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.